ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളുടെ പരിപാടി നമ്മൾ ഇന്നലെ പിടിച്ചിട്ടുള്ള മീൻ കുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും മീൻ പിടുത്തമായിരുന്നില്ല, അതായത് ഫിഷിംഗ് ആയിരുന്നില്ല, അതൊരു ഹണ്ടിങ് ആയിരുന്നു. നമ്മുടെ തോട്ടിൽ കൂടെ നമ്മൾ നൈറ്റ് ഇറങ്ങിയിട്ട് നമ്മൾ മീനുകളെ വെട്ടിപ്പിടിക്കുന്ന ഒരു പിടുത്താണ് പിടിച്ചിരുന്നത്. മീനുകളെ കയ്യിൽ ധാരാളമായിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾക്ക് കിട്ടിയത് ഒരു 14 മീനായിരുന്നു. പക്ഷേ ഇത് 14 മീനില്ല, ഇതാകെ 5 മീനാണ്. എൻ്റെ ഷെയർ മാത്രമാണത്. അപ്പൊ ഈ ഒരു മീന് നല്ലൊരു കറി വെക്കാം എന്ന് കരുതിയിട്ട് മുകളിലിട്ട് വെക്കുക അറിയാം. അവിടെ മുകളിടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുവാണ് ഞാൻ. അപ്പൊ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക്, ഒരു കമന്റ് ചെയ്താലും മറക്കരുത്. ഞാൻ കാര്യമാരി കുക്ക് ചെയ്യുന്ന ആളൊന്നല്ല. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞങ്ങൾ ഇത്തരത്തിൽ മീൻ പിടിച്ചു കഴിഞ്ഞാൽ വെക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞൊരു വെപ്പുണ്ടായിരുന്നു നമുക്ക്. ഇതിന് മുമ്പ് നമ്മൾ ഇതേപോലെ മീൻ പിടിച്ചിട്ട് നമ്മൾ വെച്ചിരുന്നു. ആ വെപ്പല്ല വെക്കുന്നത്, അതിൽ നിന്ന് ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള വെപ്പാണ്. നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്നത്തെ രീതി എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇവനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇന്നലെ നമ്മൾ പിടിച്ചിട്ട് രാത്രി 10 മണിക്കാണ് നമ്മുടെ പരിപാടി കഴിയണം. 10:30 ഉണ്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോൾ. അപ്പൊ ആ ഒരു നേരത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് നമ്മളപ്പോ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അപ്പം കഴിക്കാൻ വേണ്ടി പറ്റില്ല, പിറ്റേ ദിവസം കഴിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കുക്ക് ചെയ്യാൻ നമ്മൾ ടയർഡായി പോയി. നമ്മൾ ഇങ്ങനെ തോട്ടുകൂടെ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ നടന്നിട്ട് പിടിച്ചതാണ് മീൻ ഫുള്ളായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്നലെ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. നമ്മൾ ഫ്രീസർ ചെയ്തായിരുന്നു. ഇന്നാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ബ്രാൽകുട്ടന്മാരെ, വരാല് എന്ന് പറയും, ബ്രാല്, ഞങ്ങളുടെ ബ്രാൽ എന്നാ പറയാം. അപ്പൊ ഈ ബ്രാലിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അത്യാവശ്യം കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാവും. നമ്മൾ ഫ്രീസർ ചെയ്തുകൊണ്ട് കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു ചെളുക്ക കാര്യങ്ങളൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ ഒന്ന് കുട്ടപ്പനാക്കി എടുക്കട്ടെ കേട്ടാ. അങ്ങനെയെങ്കിൽ നമ്മൾ ക്ലീനിങ് തുടങ്ങാണ്. ഇതിന്റെ പാല് കിട്ടണേ കുറച്ച് വേണ്ട. അന്ന് ഞാൻ റോട്ടിലിട്ട് വരച്ചിരുന്നു, പക്ഷെങ്കിൽ ഇന്ന് ഞാൻ റോട്ടിലിട്ട് വരക്കുന്നില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം. മീൻ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട് നല്ല രീതിയിൽ. ഇതൊക്കെ ഇന്നലത്തെ നട്ടെല്ല് പൊട്ടി അടി അടിച്ചിരുന്നു കേട്ടാ. അവിടെയാണ് നമുക്ക് വിട്ടുകൊണ്ടിരിക്കണം. ഇവനൊക്കെ ഇവനൊന്നും എങ്ങനെ എസ്കേപ്പ് ആവില്ല. അതിന്റെ ഇത് നമുക്ക് ഇവിടെ ഉള്ളു നോക്കിയാലും അറിയാം. ഇന്നലത്തെ ഒരു പിടുത്തത്തിന്റെ പവറാണ് അതൊക്കെ. ഇനി നമ്മുടെ പരിപാടി ഇവന്റെ ഈ ചിറകുണ്ടല്ലോ, ഈ ചിറകുകള് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. തോല് കീച്ചി വെക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പക്ഷെ ഇവിടെ തോല് കീച്ചാറില്ല. എനിക്ക് തോല് വേണം. അങ്ങനെ ഒട്ടും വെച്ച് നോക്കി ഞാൻ, എനിക്ക് പക്ഷെ ഇഷ്ടമായില്ല. എനിക്ക് ഈ തോലും കൂടി ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു മജ ഇടണം. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെയും ചിറകും വാലുകളും ഒക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ വാലും ചിറകും കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. ഇനി നമുക്ക് ഇതിനെ നല്ല വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇത് ഞാനും അരിയോട് കാര്യമായിട്ട് കഴിക്കുക. അപ്പോൾ 4 പേരല്ലേ, 4 പേർക്കൊക്കെ അത്യാവശ്യം കഴിക്കാനുള്ള മീനുണ്ട്. ആളും ഓരോന്ന് കഴിച്ചാൽ തന്നെ ഒന്ന് ബാക്കിയാ. അങ്ങനെയൊന്നും കഴിക്കൊന്നുമില്ല അവരൊന്നും. ഞാൻ തന്നെ തിന്ന് തീർക്കണതൊക്കെ. അതാണ് നമ്മളിതിൻ്റെ തലഭാഗം, തല നമ്മൾ ഉപയോഗിക്കണില്ല കേട്ടോ. തല നമ്മൾ വേസ്റ്റാക്കിയേക്കാണ്. തല നമ്മൾ ഉപയോഗിക്കുന്നില്ല. തല വെച്ച് കറി ചെയ്യലുണ്ട് ഞങ്ങൾ, പക്ഷേ ഞാൻ ഉപയോഗിക്കണില്ല. അത്യാവശ്യം മീൻ ഉണ്ടായതുകൊണ്ട്. മീൻ ഇല്ലാതെ നമ്മൾ ഒപ്പിച്ചുണ്ടാക്കൂലേ, അപ്പോൾ നമ്മൾ തലയൊക്കെ കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. എന്നാ പിന്നെ നമ്മളുടെ കുക്കിംഗ് ആരംഭിക്കുവാണ്. കത്തൂലേ, ഗ്യാസ് കഴിഞ്ഞാ? ഞാനെങ്കിൽ ഇത് ഗ്യാസ് കഴിഞ്ഞു. നമ്മൾ മൺചട്ടിയിലാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. മൺചട്ടി പൊന്നുപോലെ നോക്കണം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ അമ്മേൻ്റെ കയ്യിൽ നിന്ന് വെറുതെ ചീത്ത കൊള്ളേണ്ടി വരും. ഓക്കെ, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എന്നാൽ പിന്നെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണ, നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വേണം നമുക്ക്. ഉള്ളിൻ്റെയൊക്കെ നന്നായിട്ട് വാടണം. അത് അല്ലാതെ അരിയാതെ ഉണ്ടാക്കിയതാണ്. അത് കൊടുക്കാം. തീയൊക്കെ സിമ്മിലിട്ടായിട്ടാ. അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പോലത്തെ സംഭവങ്ങൾ അത് കൊടുക്കാം. ഇത് അത്യാവശ്യം മീൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഈ ഉള്ളി ഇതൊക്കെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. തക്കാളി തന്നെ ഇട്ട് കൊടുക്കാൻ പോകും. തക്കാളി ഞാൻ എടുത്തൊന്നും വേണ്ട. ഷടപട എന്നാണ് പരിപാടി. ഇവരൊക്കെ പാടൊന്ന് വാടി വരണം. നല്ല രീതിയിൽ ഉഷാറായിട്ട് വരട്ടെ. സാധാരണ ഇത്ര മീനുകളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ
പാടത്തോ തോടിന്റെ വക്കിനൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് അല്ലേ. പക്ഷേങ്കിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ ഞാൻ ഒറ്റക്കാണ്ട് ഏറ്റി കൊണ്ടുപോയി ചെയ്യണം എന്നുള്ള റിസ്ക് കൊണ്ട് മാത്രമാണ് ചെയ്യാത്തത്. ഇവിടെ തന്നെ കുക്ക് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ മസാലകളൊക്കെ നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. ഇനി നമ്മളുടെ പരിപാടി മസാല പൊടികൾ ചേർക്കുക എന്നുള്ളതാണ്. മുളക്, കഴിക്കാൻ കൂടില്ലാവോ. ഈ ഒരു പരിപാടിയിൽ വേറെ സംഭവമുണ്ട്. മല്ലി നമ്മൾ ഉപയോഗിക്കണുള്ള കേട്ടോ, മഞ്ഞളാണ്. മല്ലി നമ്മൾ ഉപയോഗിക്കണുള്ള, മല്ലി ഉപയോഗിക്കാത്ത ഒരു വെപ്പാണ് ഇത്. കുരുമുളകല്ലേ, നല്ല കുരുമുളക്. എരിഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ എരിവിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ അതായി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം, വേവിക്കണം മസാലനെ. മൂക്ക് കയറുണ്ട്, ഡ്രൈ ആവും ഉണ്ടാ. ഡ്രൈ ആയി സാധനം ഉഷാറായിട്ടുണ്ട്. കുറച്ച് നേരം കഴിയട്ടെ, ഒരു 2-3 മിനിറ്റ്. ഇത് നല്ല പുളിയുടെ വെള്ളമാണ്. നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ഞാൻ മറ്റേ കുടംപുളി നോക്കി ഫസ്റ്റ് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ സാധാരണ കുടംപുളി ഉപയോഗിക്കാറില്ല. അതായത് പിഴിഞ്ഞിട്ട് ഇത് വേണമെങ്കിൽ ഇടാം, പക്ഷേ ഞാൻ അതിലിടുന്നില്ല. ആ വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, എന്നാൽ തന്നെ പുളിയുടെ ചെറിയ നാര് കാര്യങ്ങളൊക്കെ ചാടിയിട്ടുണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളിത് ഇടാത്തൊരു സാധനമുണ്ട്, അതെന്താ അറിയാമോ? ഉപ്പ്. അപ്പം നമുക്ക് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഉണ്ടല്ലോ സാധനം കാണാൻ വേണ്ടിയിട്ടൊക്കെ. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇടാഞ്ഞത് ഈ ഒരു നേരമാകുമ്പോൾ ഇടാന്ന് വെച്ചിട്ട് ആ പുളിയുടെ ഇതൊക്കെ നോക്കിയിട്ട് എത്രത്തോളം വേണം. തക്കാളി ഇട്ടതല്ലേ, തക്കാളി പിന്നെ നമ്മൾ കൊഴുപ്പിന് വേണ്ടിയിട്ടിട്ടാണ്. ഓക്കെ, ഉപ്പ്. ഈ ഒരു വെള്ളം പോരട്ടോ നമുക്ക് മീൻ വേകാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം, തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഒഴിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പുളിവെള്ളം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം. അതെന്താ വെച്ചാൽ നമുക്ക് മീൻ വേഗമുള്ള വെള്ളം ഇതിലില്ലാന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയി. 10 മിനിറ്റ് ഒന്നും ഇല്ലല്ലേ, ഒരു 5-6 മിനിറ്റ് അല്ലേ, ഒരു 5 മിനിറ്റ് ആയി. നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഞാൻ പറഞ്ഞത്, ഒരു 5 മിനിറ്റ് ആയിന്ന്. അപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ മീൻ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കറിവേപ്പില, നമ്മുടെ മീൻ കുട്ടന്മാരെ നൈസായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കളറ് കുറവുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മുളക് പൊടി ഇടേണ്ടി വരുന്നു. മുളക് അത്ര വലിയ എരിവുള്ള മുളകൊന്നല്ല, പക്ഷെങ്കിൽ നമ്മളിതൊക്കെ കുരുമുളകും പച്ചമുളകൊക്കെ അത്യാവശ്യത്തിലേറെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ തന്നെയാണെന്നൊക്കെ തോന്നുന്നു. ഇതിന് വല്ലാതെ ഇളക്കാനൊന്നും പറ്റൂല ഈ സാധനം. എന്നാലും ചെറിയ 2 ആളെ ഇളക്കുക. അങ്ങനെയെങ്കിൽ അവിടെ കിടക്കട്ടെ. ഒരു കുറച്ച് നേരം നമുക്കിതൊന്ന് തിളക്കട്ടെ. മീൻ ഇട്ടിട്ടല്ലേ ഉള്ളൂ, ഒന്ന് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ ഒരു 2 ഉള്ളി കറിവേപ്പില നമുക്ക് ഇപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് മെയിനായിട്ട് ഞാൻ കറിവേപ്പില ഇടണം കരുതിയത്. പക്ഷേ ഇപ്പം ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പും മല്ലി മുളകൊക്കെ എന്താ അവസ്ഥ എന്നൊക്കെ അപ്പം നോക്കാം. നമ്മൾ വെള്ളം വെച്ചത് കുറച്ച് ഏറിയോ എന്ന ഡൗട്ട് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് തുറന്നു നോക്കാം. നല്ല തള. മുളകൊക്കെ ഉണ്ട്, വലിയ ഇട്ടിട്ടില്ല. ഉപ്പിൻ്റെ ഒരു ശകലോണ്ട് ഉപ്പ് വേണ്ടി വരും. ഉപ്പൊക്കെ മുളക് പൊടിച്ചൊന്നൊരു തുള്ളി കൂടി, ഇച്ചിരി ശകലം, കുറച്ചും കൂടെ മതി. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റ് ആയപ്പോഴൊരു കാര്യമാണത്. ഇനി വെള്ളം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം വറ്റിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വെള്ളം വറ്റിക്കും. നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഈ മീൻ ഉടഞ്ഞു പോണ മീനല്ലേ. അങ്ങനെയെങ്കിൽ നമ്മളുടെ മീന് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒരു പാകത്തെ വെള്ളമായിട്ടുണ്ട്. ചെറിയൊരു കറി വേണമല്ലോ, ചെറിയൊരു നീര് വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്ര മതി, ഇത്ര വെള്ളം വറ്റിച്ചാൽ മതി. ഈ ഒരു ലെവലിൽ നിന്നോട്ടെ, നല്ല കൊയ്പ്പൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് നമ്മുടെ അടുപ്പിനോട്ട് ഓഫാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇത് മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇത് അങ്ങനെ തിളച്ചുകൊണ്ട് വെക്കും, നിങ്ങൾക്കറിയാലോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മതി.
അതിനുശേഷം നമ്മളുടെ കറിവേപ്പില ഉണ്ടല്ലോ 1 2 3 4 ഉള്ളു ഇവിടെ കിടക്കട്ടെ. ഇനി നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി. അവിടെ നിൽക്കട്ടെ കുറച്ചു നേരം. എന്നിട്ട് നമുക്കിതും കൂട്ടി ഭക്ഷണം കഴിക്കാം. ഓക്കെ. അപ്പോൾ ചങ്ങായിമാരെ നമ്മളുടെ ഫിഷ് കറി എന്തായി നോക്കാം. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് ആയി. ഓ ഇങ്ങനെയൊക്കെ ആകുമോ നമ്മുടെ കറി? നല്ല സ്മെല്ലൊക്കെ ഉണ്ടട്ടാ. നമുക്ക് ഇതിലേക്ക് നമ്മളുടെ റേഷൻ അരിയാണ്. റേഷൻ അരി ചോറ് കഴിക്കാൻ കരുതി. ഞങ്ങളിപ്പോൾ സമയം 2-2:30 ആയി. ഒരുപാട് നേരം വൈകി കേട്ടോ. ആഹാ എന്താ കറി എന്താ ആര്യ വരുമ്പോഴേക്ക് ഇതൊന്നുകൂടി ഉഷാറാവും. കാരണം മീൻകറി എങ്ങനെയാണല്ലോ, ഒന്നും കൂടി നേരം വൈകുന്തോറും ടേസ്റ്റ് കൂടി വരും. കട്ട നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അത് നാവില് വെള്ളം വരാം. മീനൊന്നും വെച്ച് നോക്കാം നമുക്കല്ലേ. മീനൊക്കെ നല്ല രീതിയിൽ ചൂടുണ്ടാവും. ആഹാ ഇങ്ങനെ വെച്ചാൽ മതിട്ടോ. അതെ എൻ്റെ ആഹാ കൂട്ടുണ്ടാക്കണം. ഓ ഭയങ്കര ചൂടാ അല്ലേ. മുളക് കുറവുണ്ട് ഇതില് അല്ലേ. മുളക് കുറവുണ്ട്. പക്ഷെ നമ്മൾ എത്രങ്ങാനും കുരുമുളക് അടക്കട്ടതാണ്. ആര്യക്ക് പറ്റിയ സാധനമാണ്. മുളക് കുറവ് തന്നെ ഉള്ളൂ. എന്നാ പിന്നെ നമ്മൾ നൈസായിട്ട് കുറച്ച് ചോറും കൂടി ഉരുളൂട്ടി എടുക്കുക. കറിവേപ്പിലൊക്കെ അങ്ങനെ തന്നെ ഇട്ടുകൊണ്ടേ എടുത്താക്കാൻ സുഖം. ചോറ്റിക്ക് എന്താ അവസ്ഥ? ആര്യ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നോർമലായിട്ട് വെന്തിട്ട് നല്ല വളപ്പായിട്ട്. അപ്പോൾ നമ്മുടെ കുടുംബക്കാരെല്ലാവരും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.